വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പോകുന്നത് ചൊക്കന എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ. ഇത് തൃശ്ശൂർ ജില്ലയിലാണ്. നമ്മളെ ചിമ്മിനി ഡാമിൻ്റെ ഒക്കെ അടുത്തായിട്ട് വരും. ഇവിടേക്ക് പോണ വഴിയിലും രണ്ട് സൈഡിലും നിറയെ റബ്ബറും തോട്ടങ്ങളാണ്. ഈ കാണുന്നതൊക്കെ പഴയ റബ്ബർ മരങ്ങളൊക്കെ വെട്ടി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. കുറേ അടക്കുകളായി റോഡിൻ്റെ രണ്ട് സൈഡിലും കാണുന്നുണ്ടായിരുന്നു ഇതുപോലെ പഴയ റബ്ബർ മരങ്ങളൊക്കെ വെട്ടി വെച്ചിരിക്കുന്നത്. പുതിയ മരങ്ങൾ നടാൻ വേണ്ടിയിട്ട് പഴയതൊക്കെ വെട്ടി മാറ്റുന്നതാണ്. ഈ കാണുന്ന സ്ഥലത്ത് എപ്പോഴും ആനകൾ ഉണ്ടാവും. അത് കാരണം തന്നെ അതിൻ്റെ സൈഡിലൊക്കെ ഫെൻസിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്, ആനകൾ ഇപ്പുറത്തേക്ക് കിടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. രാവിലെയും വൈകിട്ടൊക്കെയാണ് മെയിനായിട്ട് കാണാം. ഞങ്ങളൊരു ഉച്ച ടൈമിലാണ് പോയത്, അത് കാരണം ആനേനെയൊന്നും കാണാൻ പറ്റിയില്ല. ഈ ചൊക്കന എന്ന് പറയുന്ന സ്ഥലത്ത് ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ്റെ ഭാഗമായിട്ടുള്ള റബ്ബറും തോട്ടങ്ങളാണ് മെയിനായിട്ടുള്ളത്. അവിടെ താമസിക്കണവരായാലും ഈ റബ്ബറും തോട്ടത്തിൽ പണി ചെയ്യുന്ന ആൾക്കാർ മാത്രമാണ് ആ ഭാഗത്തൊക്കെ താമസിക്കണുള്ളൂ. അല്ലാതെ വേറെ വീടുകളൊന്നും അവിടെ ഇല്ല. ഈ കാണുന്നതാണ് അവരുടെ ഓഫീസ്. അവരുടെ അവിടെ വർക്ക് ചെയ്യണ റബ്ബറും തോട്ടത്തിൽ വർക്ക് ചെയ്യണ തൊഴിലാളികൾക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അവർ അവിടെ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതുപോലെ 3 3 കണ്ടായിരുന്നു. അവിടെയൊക്കെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു, അവിടെ പ്രവേശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. ഇവിടെ ആയാലും അങ്ങനെ ഉള്ളിലേക്കൊന്നും കിടക്കാൻ പാടുണ്ടായിരുന്നില്ല. ഞങ്ങൾ പോയി തിരിച്ചു വന്നതിന് ശേഷമാണ് അവിടെയുള്ള ആൾ പറഞ്ഞത് അങ്ങോട്ട് പോവാൻ പാടില്ല എന്ന്. ഇവിടെ റബ്ബറിൻ്റെ ഒരു നഴ്സറി ഉണ്ട്. ആ കാണുന്ന പച്ചോണ്ട് കെട്ടിയിട്ടുള്ള ആ ഷീറ്റ് കൊണ്ട് മറിച്ചിട്ടുള്ളതാണ് റബ്ബറിൻ്റെ നഴ്സറി. അവിടുത്തെ റബ്ബറും തൈകൾക്കൊക്കെ ഇവിടെ പുഴയിൽ നിന്ന് വെള്ളം മോട്ടർ വെച്ചിട്ട് പമ്പ് ചെയ്തിട്ടാണ് നനയ്ക്കണത്. ഇവിടെ ഹാങ്ങിങ് ബ്രിഡ്ജ് കാണാൻ വേണ്ടിയിട്ട് സൺഡേ ഒക്കെ അത്യാവശ്യം ആൾക്കാർ വരാറുണ്ട്. അത് കാരണം തന്നെ ഇവിടെ ക്ലോസ് ചെയ്തിടും സൺഡേ. വളരെ പഴക്കം ചെന്നിട്ടുള്ളൊരു ബ്രിഡ്ജായ കാരണം തന്നെ ഇതുമ്മേൽ അധികം ആൾക്കാർക്ക് കയറി നിൽക്കാനുള്ള ഒരു കപ്പാസിറ്റി ഒന്നുമില്ല. പകുതി തകർന്ന് തുടങ്ങിയ ഒരു ബ്രിഡ്ജാണ്. മെയിനായിട്ട് ഇവിടുത്തെ തൊഴിലാളികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് പണിതിട്ടുള്ളതാണ് ഇത്. ഇതിൻ്റെ അടിയിൽ തന്നെ നല്ല ഒരു പുഴ പോകുന്നുണ്ട്. ആ പുഴ കാണാൻ തന്നെ നല്ല രസമാണ്, നല്ല തെളിഞ്ഞ വെള്ളം.
ബ്രിഡ്ജൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ വന്ന് ഒരു ചായയൊക്കെ കുടിച്ചു. ഇവിടെ ഈ ഒരു ചായക്കട തന്നെ ഉള്ളൂ. ഇവിടുത്തെ ചേട്ടനാണ് പറഞ്ഞത് ഇവിടെ സൺഡേ ഒക്കെ ബ്രിഡ്ജ് അവിടെ ക്ലോസ് ചെയ്തിടും, ആൾക്കാർ അധികം വരുന്ന കാരണമെന്നും. ഈ ഭാഗത്തേക്ക് ബസ്സൊന്നും വരുന്നത് കണ്ടില്ല. ഇവിടെ മൊത്തം ഈ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് താമസിക്കാനുള്ള ചെറിയ ചെറിയ വീടുകൾ മാത്രമേ ഉള്ളൂ. വേറെ ആൾക്കാരൊന്നും ഈ ഭാഗത്ത് താമസിക്കണത് കണ്ടില്ല. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ നേരെ ചിമ്മിനി ഡാമിലേക്കാണ് പോയത്. അവിടേക്ക് പോണ വഴി ഒരു ചെറിയ ബ്രിഡ്ജൊക്കെ കണ്ടു. ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ളപ്പോൾ പണിതിട്ടുള്ള ബ്രിഡ്ജാണെന്നാണ് പറഞ്ഞത്. ഇവിടെ നിന്ന് ചിമ്മിനി ഡാമിൻ്റെ അവിടേക്ക് പോകുമ്പോഴും രണ്ട് സൈഡ് മൊത്തം റബ്ബറും തോട്ടങ്ങളാണ്. ഇവിടെ നിന്ന് ഒരു 20-22 കിലോമീറ്റർ ഉണ്ടാവുമെന്നാണ് ആ കടയിലത്തെ ചേട്ടൻ പറഞ്ഞത് ചിമ്മിനി ഡാമിലേക്ക്. ചിമ്മിനി ഡാമിലേക്ക് പോണ വഴിയിൽ ഏറ്റവും ഭംഗിയുള്ളൊരു സ്ഥലം ഈ കാണുന്നതാണ് കേട്ടോ. ഈ വഴിയുടെ രണ്ട് സൈഡിലും പുതിയ റബ്ബറുകൾ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളതാണ്. പിന്നെ നേരെ തന്നെ കുറേ മലകൾ കാണാം. അതിൻ്റെ മുകളിലൊക്കെ ഫോഗൊക്കെ വന്നിട്ട് നല്ല രസമാണ് കാണാൻ. ഈ വഴി ബസ് റൂട്ടൊക്കെ ഉണ്ട്. ഈ കാണുന്നതാണ് കേട്ടോ ചിമ്മിനി ഡാമിലേക്ക് കടക്കാനുള്ള എൻട്രൻസ്. ഇവിടെ പോയിട്ട് ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കണം. ഒരു അഡൾട്ടിന് 40 റുപ്പീസാണ് വരുന്നത്. പിന്നെ വണ്ടിക്ക് ഒരു 55 റുപ്പീസ്, അതും അങ്ങനെ 135 റുപ്പീസാണ് ആയത്. ഈ ചിമ്മിനി ഡാമാണ് കേട്ടോ തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും വലിയ ഡാം. ഇവിടെ മുന്നിൽ തന്നെ വലിയ വലിയ മലകളാണ്. ആ മലകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു ഡാമിന് പ്രത്യേക ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ കൊട്ടവഞ്ചി സർവീസൊക്കെ ഉണ്ട്.
കാണുന്നത് ശലഭോദ്യാനത്തിലേക്കുള്ള വഴിയാണ് കേട്ടോ. ഇത് കുറച്ച് ദൂരം നടക്കാനുണ്ട് അങ്ങോട്ട് ഉള്ളിലേക്ക്. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെയായിട്ട് ടോയ്ലറ്റ് ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. ഇത്രയൊക്കെയാണ് ചിമ്മിനി ഡാമിലത്തെ വിശേഷങ്ങൾ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.